ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? 2021 നടത്തിയതാകുന്ന ഒരു LD പരീക്ഷയുടെ ചോദ്യപേപ്പർ അല്ലേ? അതായത് 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതാകുന്ന ഒരു ചോദ്യപേപ്പർ. വളരെ വ്യക്തമാകുന്ന, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാടാകുന്ന ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്കപ്പോൾ കാര്യമാകുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകാം. ബാക്കി 51ാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങി. മക്കളെ, 2020 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത് എത്ര പേരാ മക്കളെ? 3 പേരാ. ഓക്കെ ആണോ? അങ്ങനെ അർഹരായതിൽ ഒരാളുടെ പേരെന്താണെന്ന് പറയുന്നുണ്ട്. റോജർ പെൻറോസ്. ഓക്കെ ആണോ? റോജർ പെൻറോസ് എന്നാണ് പേര്. ദാണ്ട എഴുതിയിരിക്കുന്നു, റോജർ പെൻറോസ്. അദ്ദേഹത്തിന്റെ എന്താകുന്ന കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കൊടുത്തത്? നൊബേൽ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ എന്ത് കണ്ടുപിടുത്തമാണ് മക്കളെ? ഓപ്ഷൻ എ നോക്കേ, ആപേക്ഷിക സിദ്ധാന്തം. ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു. ആപേക്ഷിക സിദ്ധാന്തം അല്ലെ നമ്മൾ പറയുന്ന റിലേറ്റിവിറ്റി തിയറി അല്ലേ? ഈ റിലേറ്റിവിറ്റി തിയറി തമോഗർത്തങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കേ, 52ാമത്തെ ചോദ്യം. കേരള കലാമണ്ഡലം രൂപീകൃതമായത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏത് നദിയുടെ തീരത്ത് എന്നെപ്പോഴും ചോദിക്കാറുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം, ഏത് കലാരൂപമാ മക്കളെ? തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങുന്ന ആദ്യ വനിത ആര് എന്നാണ് ചോദിക്കുന്നത്. കലാമണ്ഡലം ദേവകി. ആരാടാ? കലാമണ്ഡലം ദേവകി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ഓഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? മക്കളെ, ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ്. നിലവിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഇനി വരാൻ പോകുന്ന പരീക്ഷകളില്ല. എന്നിരുന്നാലും ഇതൊന്ന് പഠിച്ചോ. 105. ചുമ്മാ ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ഓഗസ്റ്റ് മാസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥാനം 105ാമതാണ്. ഓക്കെ ആണോ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ് പറയുന്നത് നോക്കേണ്ട. 54ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന കാര്യമാണ്. താഴെ തന്നിരിക്കുന്നതായ പ്രസ്താവന ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡ് അതിനെ സംബന്ധിച്ച് തെറ്റായത് ഏത് എന്ന്. അതായത് ഇതിൽ ഒരെണ്ണം തെറ്റും ബാക്കിയുള്ളത് ശരിയുമാണ്. തെറ്റായതിനെ മാറ്റി ശരിയായെന്ന ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിക്കണം എന്നർത്ഥം. ഓക്കെ ആണോ? ഇവിടെ നോക്കേടാ, OM നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. മക്കളെ, ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റാ. ദ്രോണാചാര്യ അവാർഡ് 1985 ആർക്ക് ലഭിച്ചു? OM നമ്പ്യാർക്ക് ലഭിച്ചു. OM നമ്പ്യാർക്ക് എന്ത് ലഭിച്ചു? OM നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു. അടുത്തതാകുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാ, ഇങ്ങോട്ടൊന്ന് നോക്കണേ. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് രമാകാന്ത് എന്താണ് അച്ചുരേക്കർക്കാണ്. ഓക്കെയാണോ? രമാകാന്തിനാണ് ദ്രോണാചാര്യ അവാർഡ് ക്രിക്കറ്റിൽ നിന്നും ആദ്യമായി ലഭിക്കുന്നത്. മക്കളെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഓക്കെയാണോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇനി നോക്കെ, ആദ്യമായി ഫുട്ബോളിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് സയ്യിദ് നസീമുദ്ദീൻ ആണ്. ഓക്കെയാണോ? ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് സയ്യിദ് നസീമുദ്ദീൻ ആണ്. ശരിയാ. അതുപോലെ ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്ന വർഷം 2000. ഓക്കെയാണോ? ആ 3 പോയിന്റുകൾ അതേപടി അങ്ങ് പഠിച്ച് നമ്മൾ പറഞ്ഞു. OM നമ്പ്യാർ. OM നമ്പ്യാർക്ക് ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്ന വർഷം എന്ന 1985. ആരാള്? OM നമ്പ്യാർ. ഓക്കെ ആണോ? OM നമ്പ്യാർക്ക് എന്ത് ലഭിക്കുന്നു? ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നു. ഏതാ വർഷം? 1985. ഹോക്കി എന്ന് പറയുന്ന വിഭാഗത്തിൽ ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് ലഭിക്കപ്പെട്ട വർഷം എന്നാണ് മക്കളെ? 2000. ഓക്കെ ആണോ? അതുപോലെ നമ്മൾ പറഞ്ഞു ഫുട്ബോളിൽ ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സയ്യിദ് നസീമുദ്ദീൻ എന്ന് പറയുന്ന ആൾക്കാണ്. ഓക്കെ ആണോ? സയ്യിദ് നസീമുദ്ദീൻ എന്ന് പറയുന്ന ആൾക്കാണ്. ആർക്കാണ്? സയ്യിദ് നസീമുദ്ദീൻ. ഈ 3 പോയിന്റുകൾ കൃത്യമായിട്ടും അങ്ങോട്ട് ആദ്യമേ പഠിച്ച് എന്താ പറഞ്ഞ? OM നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നു. ഹോക്കിയിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിക്കുന്നത് 2000-ലാണ്. സയ്യിദ് നസീമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഫുട്ബോൾ വിഭാഗത്തിൽ ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന എന്ത് ലഭിക്കുന്ന? ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. ഇനി കുറച്ച് ആഡഡ് ഫാക്ട് കൂടെ പറഞ്ഞു തരട്ടെ. കേട്ടോ? എന്തൊക്കെയാണ് ഇനി പറയാനുള്ളത് എന്ന് കേട്ടോ. നമ്മൾ പറഞ്ഞതാകുന്ന കാര്യത്തിനകത്തേക്ക് 1-2 കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും.
നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാം. എടാ, സെയ്ദ് നസീമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഫുട്ബോളിൽ എന്ത് കിട്ടി? ഈ പറയുന്ന ആദ്യമായിട്ട് ഫുട്ബോളിൽ ദ്രോണാചാര്യ അവാർഡ് കിട്ടി. ഹോക്കി ഇനത്തിൽ 2000 എന്ന വർഷത്തിലാണ് ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്നതായ 2000-ത്തിലാണ് എന്ത് ലഭിക്കുന്നത്? ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. ഇത് ആർക്ക് ലഭിക്കുന്നു എന്നാണ് ചോദ്യം. ദ ഫസ്റ്റ് ഹോക്കി കോച്ച്. അതായത് അവിടെ നമുക്ക് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം, എടാ, ദ്രോണാചാര്യ അവാർഡ് എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്? ബെസ്റ്റ് കോച്ചിന് വേണ്ടി കൊടുക്കുന്നതാ. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം കേട്ടോ. നല്ല പരിശീലകന് വേണ്ടി നൽകുന്ന ഒരു അവാർഡാണ് എന്തെന്ന് പറയുന്നത്? ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്നതായ ഹോക്കി ടീമിനകത്ത് ആദ്യമായിട്ട് 2000-ത്തിൽ ഇത് നേടിയത് ആരാണ്? ഈ പറയുന്ന അവാർഡ് ഹോക്കിക്കകത്ത് നേടിയ ആളുടെ പേരെന്താണെന്നറിയാം? ഗുർദിയാൽ സിംഗ്. ഗുർദിയാൽ സിംഗ്. ഓക്കെ ആണോ? ഗുർദിയാൽ സിംഗ് എന്നാണ് ആളുടെ പേര്. എന്താ മക്കളെ ആളുടെ പേര്? ഗുർദിയാൽ സിംഗ് എന്നാണ് പേര് കേട്ടോ. ദാ ഇങ്ങോട്ട് മാറ്റി ഒന്നുകൂടെ എഴുതി തരാം. എന്താ പറഞ്ഞേ? ഗുർദിയാൽ സിംഗ്. ഓക്കെ, തീർന്നില്ല, പേര് ഇനിയും ഉണ്ട്. ഭംഗു. ഗുർദിയാൽ സിംഗ് ഭാങ്കു, അല്ലെങ്കിൽ ഭംഗു എന്ന് വായിച്ചാൽ മതി. ഗുർദിയാൽ സിംഗ് ഭംഗു. അപ്പൊ പഠിച്ചോ. എന്താ നമ്മൾ പറഞ്ഞേ? OM നമ്പ്യാർ എന്ന് പറയുന്ന ആൾക്ക് 1985-ൽ എന്ത് ലഭിക്കുന്നു? ഈ പറയുന്ന ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നു. ഏതാകുന്ന വിഭാഗത്തിൽ? നമ്മൾ പറഞ്ഞു ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു എന്നേ പറഞ്ഞോളൂ അല്ലെ. അപ്പൊ OM നമ്പ്യാർക്ക് 1985-ൽ ഈ പറയുന്ന എന്ത് ലഭിച്ചു? ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നു. ഹോക്കി ഇനത്തിൽ 2000-ത്തിലാണ് നേടുന്നത്. ഗുർദിയാൽ സിംഗ് എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ദ്രോണാചാര്യ അവാർഡ് നൽകുന്നു. അത് ആർക്കാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ബെസ്റ്റ് കോച്ചിന് വേണ്ടിയിട്ട് നൽകുന്ന സാധനമാണെന്നാ പറഞ്ഞത്. ആർക്കാണ് നൽകുന്നത്? ബെസ്റ്റ് കോച്ചിന് വേണ്ടി നൽകുന്ന സാധനമാണെന്നാ പറഞ്ഞത്. ഇനി അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് തരാം. നമ്മളോട് പറഞ്ഞു ക്രിക്കറ്റ് എന്ന വിഭാഗത്തിൽ ആദ്യമായിട്ട് രമാകാന്ത് എന്ന് പറയുന്ന പുള്ളിക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ശരിക്കും ആർക്കാണത് കിട്ടുന്നത് എന്നൊരു ചോദ്യം വന്നില്ലേ? ഉണ്ട് മക്കളെ, അത് ദേശ് പ്രേം ആസാദ്. ആരാടാ? ദേശ് പ്രേം ആസാദ് എന്ന് പറയുന്ന ആൾക്കാണ് കേട്ടോ. ദേശ് പ്രേം ആസാദ് എന്ന് പറയുന്ന ആൾക്കാണ് ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് ക്രിക്കറ്റ് എന്ന വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കട്ടെ. നമ്മൾ എന്ത് പറഞ്ഞു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡ് സംബന്ധിച്ചത് തെറ്റായത് ഏതെന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആദ്യം നേടുന്നത് ഈ പറയുന്ന രമാകാന്ത് ആണെന്ന് പറയുന്നത് തെറ്റ്. അതായത് ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ബാക്കി മൂന്നും ശരിയാ. OM നമ്പ്യാർ 1985-ൽ ദ്രോണാചാര്യ അവാർഡ് നേടി. അതുപോലെ ഹോക്കിയിൽ നേടുന്ന ആദ്യത്തെ അവാർഡ് വരുന്നത് 2000-ത്തിലാണ്. അത് ലഭിക്കുന്നത് ഗുർദിയാൽ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അതുപോലെ സെയ്ദ് നസീമുദ്ദീൻ എന്ന് പറയുന്ന ആൾക്കാണ് ഫുട്ബോളിൽ നിന്ന് ആദ്യമായിട്ട് ഈ പറയുന്ന ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു ദ്രോണാചാര്യ അവാർഡ് ബെസ്റ്റ് കോച്ചിന് കൊടുക്കുന്ന അവാർഡാണ്. ഇനി ക്രിക്കറ്റ് ആകുന്ന വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ ഒരു അവാർഡിന് അർഹനാകുന്ന വ്യക്തി ദേശ് പ്രേം ആസാദ് എന്ന് പറയുന്ന വ്യക്തിയാ. ദേശ് പ്രേം ആസാദ് എന്ന് പറയുന്ന വ്യക്തിയാ. ഓക്കെ അല്ലേ? അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് തരാം. 1985-ല് OM നമ്പ്യാർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? OM നമ്പ്യാർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നുണ്ട്. മക്കളെ, ഈ ലഭിക്കുന്ന അവാർഡ് ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് കിട്ടുന്നത്. അത്ലറ്റിക്സ് വിഭാഗത്തിലാണ്. അപ്പൊ ഒരുപാടൊന്നും പറയണ്ട, പറ്റുന്നത്രയും മാക്സിമം പോയിന്റുകൾ ഈ ഒരു ചോദ്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒന്നുകൂടെ, OM നമ്പ്യാർ 1985 അത്ലറ്റിക്സ് വിഭാഗത്തിൽ എന്ത് നേടി? ദ്രോണാചാര്യ അവാർഡ് നേടി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 55-ാമത്തെ ചോദ്യം. ഓക്കെ അല്ലേ? 55-ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവാകുന്ന സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആര്? എടാ, മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവിന്റെ പേര്, അതാണ് ആദ്യം പഠിക്കേണ്ടതാകുന്ന ഒന്ന്. ഓക്കെ ആണോ? മലയാളത്തിലെ വളരെ പ്രശസ്തമാകുന്ന നിഘണ്ടുവിന്റെ പേര്, സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. എന്താണ് മക്കളെ പേര്? സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എന്ന പേര്. ഓക്കെ അല്ലേ? സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എന്ന പേര്. ഒന്നുകൂടെ, സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. എന്താന്നാ പറഞ്ഞേ? മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടു. നിഘണ്ടു എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയാണ് കേട്ടോ. അപ്പോ മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായത് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലിയാണ്. ഇത് എഴുതിയതാകുന്ന ആളുടെ പേരാണ് ചോദിക്കുന്നത്. അത് R ഈശ്വരപിള്ള. ഓക്കെ ആണോ? R ഈശ്വരപിള്ള. സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയ വ്യക്തിയാണ് R ഈശ്വരപിള്ള. ഓക്കെ അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവാകുന്ന സംസ്ഥാന വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് R ഈശ്വരപിള്ള. ഇനി അടുത്ത നോക്കേ, 56-ാമത്തെ ചോദ്യം.
56ാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയായത്? ആണെന്നോ അല്ലാത്തതെന്നോ? അല്ലാത്തതെന്നാ ചോദിച്ചേക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണേ, ശരിയല്ലാത്തത് എന്നാ ചോദിക്കുന്നത്. അതായത് ഒരെണ്ണം തെറ്റ്, ബാക്കി എല്ലാം ശരി. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാകുന്ന കാര്യങ്ങളാണ് ഉള്ളത്. മക്കളെ, എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെച്ചോ. ഇതില് അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് 2008 എന്ന് പറയുന്നത് തെറ്റാ, ബാക്കി എല്ലാം ശരിയാ. എടാ, അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത് 1998. ഇത് ഇച്ചിരി കടുത്ത ചോദ്യമാണ് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിക്കുന്നത് 2011. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 2007. മക്കളെ, ഞാൻ ഇവിടെ ആഡഡ് ഫാക്ടുകൾ ഒന്നും പറയുന്നില്ല, ഈ ജസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയാം. എന്താ, എടാ, ഇതൊരു ഇത്തിരി കട്ടി കൂടിയ ചോദ്യം, ഇച്ചിരി കടന്ന കൈയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാത്തത്. അപ്പോ ശരിയല്ലാത്തതായത് ഏത് എന്നാ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 2008 എന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയം പത്മശ്രീ 98, അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത് 98, പത്മവിഭൂഷൺ ലഭിക്കുന്നത് 2011, അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് 2007. വർഷങ്ങൾ നോക്കണേ. എന്താ പറഞ്ഞേ? പത്മശ്രീ അവാർഡ് ലഭിച്ചത് 98, പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് 2011, അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? 2007. ഇത്രയും ആകുന്ന കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ലാത്ത പക്ഷം അടുത്ത ചോദ്യത്തിനകത്തേക്ക് നീങ്ങാം മക്കളെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കേടാ, 2021 ഏറ്റവും മികച്ച ഡോക്യുമെന്ററി ഫീച്ചർക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെന്ററി ഏതാണ്? മക്കളെ, ഏതാടാ 2021 ഏറ്റവും മികച്ചതാകുന്ന ഒരു ഡോക്യുമെന്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏതിനു വേണ്ടി? ഓസ്കാർ അവാർഡിന് വേണ്ടി. ഓക്കെ ആണോ? അല്ലെങ്കിൽ അത് നേടിയതാകുന്ന ഡോക്യുമെന്ററിയാണ് ചോദിക്കുന്നത്. മികച്ച ഡോക്യുമെന്ററി ഏത്? മക്കളെ, ഡോക്യുമെന്ററിയുടെ പേരാണ് ഒക്ടോപ്പസ് ടീച്ചർ. ആണോടെ? മൈ ഒക്ടോപ്പസ് ടീച്ചർ, എന്റെ നീരാളി ടീച്ചർ. ഓക്കെ ആണോ? മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്നാണ് അതിന്റെ പേര്. ഡൗട്ട് ഇല്ലേ? മൈ ഒക്ടോപ്പസ് ടീച്ചർ ആണ് 2021 ഓസ്കാർ നേടുന്ന ആ ഒരു ഫീച്ചർ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഓസ്കാർ സംബന്ധമാകുന്ന മേഖലകളിൽ നിന്ന്, അല്ലെങ്കിൽ അവാർഡ് സംബന്ധമാകുന്ന മേഖലകളിൽ നിന്ന് ചോദ്യമുണ്ട്. ഇതാണ് അവിടെ തിരിച്ചറിയേണ്ടത്. അല്ലാതെ ആ ചോദ്യത്തിന്റെ ഉത്തരമല്ല നിങ്ങൾ അവിടെ ഓർത്തു വെക്കേണ്ടത്. ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവനെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കുക, 58ാമത്തത്. താഴെ നൽകിയ പ്രസ്താവനകളിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? മക്കളെ, ഇതും ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് പറയാവുന്ന ഒന്നാണ്. ഇനി ഈ ഒരു ചോദ്യം ആവർത്തിക്കില്ല, എന്നാലും നമുക്ക് നൈസിന് ഈ ഒരു ചോദ്യം കൂടെ ഒരു വട്ടം ഒന്ന് വായിച്ചു മനസ്സിലാക്കി നോക്കാം. എന്താണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്ന് നോക്കേ. പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ബെൽജിയം ആണ്. മകളെ, ഇത് ശരിയാ. പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയതാരാ? ബെൽജിയം. വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് കാനഡയാണ്. മക്കളെ, ശരിയാ. പുരുഷ വോളിബോളിൽ സ്വർണം നേടുന്നത് അമേരിക്കയാണ്. ഇത് തെറ്റാ. വനിതാ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലാൻഡ്സ് ആണ്. അപ്പോ കൃത്യമായ വിഭാഗങ്ങൾ തിരിച്ച് കറണ്ട് അഫെയർ എന്നുള്ള വണ്ണം നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കിപ്പോഴും ഈ ഒളിമ്പിക്സ് സംബന്ധമാകുന്ന ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. ആയ കാരണം കൊണ്ടൊന്ന് വക തിരിച്ച് പഠിച്ചു വെക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കേടാ, നമ്മൾ ശരിക്കും പഠിക്കാൻ പോകുന്ന ചോദ്യമാണിത്. എടാ, വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിന്റെ പേര്. അതായത് വെബ് പേജുകൾക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ കീവേഡുകൾ, ആ കീവേഡുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാനായി സെർച്ച് എഞ്ചിനുകൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിന്റെ പേര്. മക്കളെ, അതിന്റെ പേരാണ് സ്പൈഡർ. എന്താ അതിന്റെ പേര്? സ്പൈഡർ. ഓക്കെ ആണോ? അപ്പൊ വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പൈഡർ. അടുത്ത നോക്കേ, സ്വകാര്യതയുടെ ലംഘനമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെഷൻ. മക്കളെ, IT ആക്ട് എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു മേഖലയായി കണക്കാക്കണം. എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരാം. ഓക്കെ, വരും. IT ആക്ട് 2000. IT ആക്ട് 2000-നകത്ത് സ്വകാര്യത, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രൈവസി എന്ന് പറയും. എന്തെന്ന് പറയും? പ്രൈവസി. അപ്പോ സ്വകാര്യതയുടെ ലംഘനം, അതായത് എന്താണ്? എഗൻസ്റ്റ് പ്രൈവസി, അതായത് സ്വകാര്യത എന്ന് പറയുന്നത് നൽകാത്ത വിധത്തിലുള്ളതാകുന്ന പ്രശ്നങ്ങൾ IT ആക്ട് 2000-നകത്ത് ഏതാകുന്ന സെക്ഷനിലാണ് പരാമർശിക്കപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു. അത് പരാമർശിക്കുന്നത് 66E-ലാണ്. എവിടെയാണ്? 66E-ലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നതായ കാര്യത്തെക്കുറിച്ച് പരാമർശമുള്ളത്. ഓക്കെ അല്ലേ? ആ ഒരു കാര്യം പഠിച്ചോ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു IT ആക്ട് 2000-നുള്ളിൽ
IT ആക്ട് 2000-നകത്ത് എന്തു വരുന്നുണ്ട്? ഈ 66E എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഈ 66E എന്ന് പറയുന്ന സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെടുന്നു? 66E എന്ന് പറയുന്ന സെക്ഷൻ നമ്മുടേതാകുന്ന സ്വകാര്യതയുമായി ബന്ധപ്പെടുന്നു, പ്രൈവസിയുമായി ബന്ധപ്പെടുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. താഴെ പറയുന്നവയിൽ എന്താ മക്കളെ? താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമായി പറയാവുന്ന ആൾ ആരാണ്? മക്കളെ നോക്കേടാ, ഇവിടെ 2 ഇങ്ക് ജെറ്റ് പ്രിന്റർ, അതുപോലെ നമുക്ക് പറയാൻ സാധിക്കുന്ന അടുത്തൊരാള് എന്ന് പറയുന്നത് ലേസർ പ്രിന്റർ. ഇവര് രണ്ടുപേരും നോൺ ഇമ്പാക്ട് പ്രിന്ററുകളാണ്. ഇവര് രണ്ടുപേരും എന്താണ്? നോൺ ഇമ്പാക്ട് പ്രിന്ററുകളാണ്. അതായത് 2ഉം 3ഉമാണ് ശരി. അപ്പോ നമുക്ക് ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമായിട്ട് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയാൻ പറ്റും. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇവിടെ കൃത്യമായും ഈ പറയുന്ന ഇങ്ക് ആ പേപ്പറിനകത്തേക്ക് പതിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാകണം. ആ ഇമ്പാക്ട് ഉണ്ട് എന്ന് വരികിൽ മാത്രമേ ആ പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കൂ. എവിടെ? ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ. എന്നാൽ ഇതിന്റെ ആവശ്യമില്ലാതെ വരുന്ന കണ്ടീഷൻ എന്നോർത്തു വെച്ചാൽ മതി. ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ. ഓക്കെ അല്ലേ? അതായത് 2ഉം 3ഉമാണ് അതിന്റെ ആൻസർ വരിക. അതുപോലെ 62ാമത്തെ ചോദ്യത്തിൽ കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സർവകലാശാല അല്ലെങ്കിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഓക്കെ ആണോ? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് എന്നാണ് ചോദ്യം. പ്രഥമ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സജി ഗോപിനാഥ്. ഡോക്ടർ സജി ഗോപിനാഥ് ആണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. ഡോക്ടർ സജി ഗോപിനാഥ്. ഓക്കെ ആണോ? എടാ, ഡോക്ടർ സജി ഗോപിനാഥ് ആണ് എന്തു എന്ന് പറയുന്നത്? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാ? പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. ഓക്കെ അല്ലേ? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. ഡൗട്ട് ഇല്ലേ? അടുത്തതാകുന്ന ചോദ്യം 63ാമത്തെ ചോദ്യം. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടൽ. ആ പോർട്ടലിന്റെ പേരാണ് ചോദിക്കുന്നത്. കൈറ്റ് പോർട്ടലിന്റെ പേരാണ് സമഗ്ര എന്ന് പറയും. ഓക്കെ ആണോ? 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമാകുന്ന ഡിജിറ്റൽ പഠന വിഭവങ്ങളൊക്കെ തന്നെ ഒരു വെബ് പോർട്ടലിൽ അവൈലബിൾ ആണ്. ആ വെബ് പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് കൈറ്റ് ആണ്. ആ പോർട്ടലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സമഗ്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് ഇങ്ക് ജെറ്റും ലേസർ പ്രിന്ററുകൾ. എന്നാൽ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് ഒരു ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമാകുന്ന ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടലിന്റെ പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമഗ്ര എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 64ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. എടാ, ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആ. നോക്കേ, 64ാമത്തെ ചോദ്യം നോക്കേ മക്കളെ. 64ാമത്തെ ചോദ്യത്തിൽ എന്ത് പറയുന്നു? കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരിയാകുന്ന ഉത്തരം? ശരിയാണ് വേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. വിവരാവകാശ നിയമം ബാധകമാണ്. മക്കളെ, ഇവിടെ ശരി ഏതാണ് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഒരു കാരണവശാലും സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, സംഘടനകൾ അതിൽ നിന്ന് ഒരിക്കലും ഒരു വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല. അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് മക്കളെ തെറ്റാ. ഓക്കെ ആണോ? ഇനി അവിടെ പറയുന്നു, അവിടെ എന്താകുന്ന രീതിയിലാണ് ഈ പറയുന്ന വിവരങ്ങൾ കിട്ടുന്നത് എന്ന് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. ബി നോക്കേ, അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. മക്കളെ, ഇത് ഓക്കെയാ. അതായത് ഒരു വ്യക്തിയെ ബാധിക്കുന്ന എന്താണ് സുരക്ഷ, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കാത്ത എന്നാൽ വ്യക്തിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതാകുന്ന ആളുകളുടെ അഴിമതി സംബന്ധമാകുന്ന ഏതാകുന്ന ഒരു വിവരവും നമുക്ക് വിവരാവകാശം വഴി നേടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്. ഇനി പറയുന്ന അടുത്ത നോക്കി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ശരിയാകുന്ന ഓപ്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് തെറ്റായിരിക്കുമല്ലോ. വിവരാവകാശ നിയമം ബാധകമല്ല. ഒന്ന് ആലോചിച്ച് നോക്കെ, അഴിമതിയും മനുഷ്യാവകാശ ലംഘനവും അവിടെ നടന്നാൽ അത് സംബന്ധമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോ ബാധകമല്ല എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റൂ? ഇല്ല. അതുകൊണ്ട് അത് തെറ്റാ. മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. മക്കളെ, ഈ ഒരു പോയിന്റ് ശരിയാണ്. ഏതാ? ഈ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ശരിയാണ്, ബാധകമാണ്. എന്നാൽ
കൂടുതൽ ആപ്റ്റ് ആകുന്നത് എന്താ? അഴിമതിയും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കൂടുതൽ അവിടെ ചേരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. നമ്മുടെ 65-ാമത്തെ ചോദ്യം. മക്കളെ 65-ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വാ. 65-ാമത്തെ ചോദ്യത്തിൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്ക്? മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താ പറഞ്ഞ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എടാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഏത് വർഷം എന്ന് പഠിക്കണം? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. അത് പ്രകാരം പരാതി ആർക്ക് വേണം നമ്മൾ നൽകാൻ? ഇപ്പൊ എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാനത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കണം? ആർക്കാ മക്കളെ കൊടുക്കണ്ടേ? ആർക്കാ കൊടുക്കണ്ടേ? കൊടുക്കേണ്ടതാകുന്ന ആള് എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ്. ഓക്കെയാണോ? മുകളിൽ പറഞ്ഞതായതിൽ ആർക്ക് വേണമെങ്കിലും നൽകാവുന്നതാണ്. കണ്ടോ? പരാതി നൽകേണ്ടത് ആർക്കാണ്? ഉപഭോക്താക്കളുടേതാകുന്ന സന്നദ്ധ സംഘടന, സർക്കാർ, മുകളിൽ പറഞ്ഞവരിൽ, അതുപോലെ ഉപഭോക്താവ്. ഓക്കെയാണോ? ഈ പറയുന്നതാകുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നതായ സാധനം കൊണ്ടുപോയി കൊടുക്കാം. അടുത്ത നോക്കേ, 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം. അപ്പൊ ഒരു ചോദ്യം, പട്ടികജാതി പട്ടികവർഗ നിയമം തടയൽ, കണ്ടോ? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ. ഓക്കെയാണോ? നിയമം എന്ന് വന്നു? 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ എന്ന നിയമം വരുന്നത്. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ എന്ന നിയമം വന്നത്. അപ്പൊ 1989 ആര് വന്നു? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുക എന്ന നിയമം വന്നു. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുക എന്ന നിയമം വന്നു. ഇനി ഈ പറയുന്ന നിയമത്തിന്റെ സുപ്രധാനമാകുന്ന ലക്ഷ്യം എന്താണ് എന്നാ ചോദിക്കുന്നത്. മക്കളെ ഇതിന്റെ സുപ്രധാനമാകുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എടാ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നതാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേർക്ക് ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്നു, ഓക്കെയാണോ? അല്ലെങ്കിൽ അവരുടെ മുകളിലേക്ക് ഒരു കാര്യവുമില്ലാതെ പലതാകുന്ന കുറ്റകൃത്യങ്ങൾ നടത്തപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടും ഇങ്ങനെയാകുന്ന ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതി. മനസ്സിലാവുമല്ലോ? പ്രത്യേകമാകുന്ന എന്ത് വേണം? കോടതി വേണം. അപ്പോ ഇവരുടേതാകുന്ന അവകാശങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകുന്ന ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് എന്താകുന്ന ഒരു നിയമസഹായം അവരിലേക്ക് എത്തിക്കുവാനും വേണ്ടി അവർക്ക് പ്രത്യേകമാകുന്ന ഒരു കോടതി തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏത് നിയമം പറയുന്നുണ്ട്? 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൽ പറയുന്നുണ്ട്. അട്രോസിറ്റീസ് അഗൻസ്റ്റ് SC/ST എന്ന് പറഞ്ഞാൽ മതി. ആ ആക്ട് വരുന്നത് 1989. അത് പ്രകാരം എന്ത് ചെയ്യണം? അതിക്രമങ്ങൾ തടയണം. അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രത്യേകമായ കോടതി സ്ഥാപിക്കണം. അടുത്ത പോയിന്റ് നോക്കേ, അപ്പൊ തന്നെ രണ്ടുപേര് ശരിയായി. പിന്നെ നോക്കണ്ട, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയും. എന്നാലും നമുക്ക് ആ സി കൂടി നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാകപ്പെട്ടവരുടെ പുനരധിവാസം. ഇപ്പൊ എന്തെങ്കിലും ആകുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്ന ഒരു ദുരിതത്തിൽ പെട്ടു എന്നാണെങ്കിൽ അവരുടെ എല്ലാം പുനരധിവാസവും ഈ പറയുന്നതാകുന്ന നിയമത്തിന് കീഴിൽ വരും. ഓക്കെ, അപ്പൊ 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ എന്ന നിയമം വരുന്നത്. ഇവയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, അതുപോലെ അവർക്ക് വേണ്ടുന്നതാകുന്ന ഒരു പ്രത്യേകമാകുന്ന ഒരു കോടതി സജ്ജീകരിക്കുക, അതുപോലെ തന്നെ എന്തും വരുന്നു? അവരുടെ പുനരധിവാസം സംബന്ധമാകുന്ന കാര്യങ്ങളും അവിടെ വരുന്നു. ഓക്കെ അല്ലെ? ഇനി നോക്കേ, 67-ാമത്തെ ചോദ്യം. 2005 വരുന്ന ഒരു നിയമം, ഗാർഹിക പീഡനം. ഓക്കെയാണോ? 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട്, അതായത് DIR, ഓക്കെയാണോ? DIR എന്ന് പറയുന്നത് എവിടെ കൊടുക്കണം? ഫയൽ ചെയ്യേണ്ടത് ആരാണ്? അതായത് ഇപ്പോ ഒരു വീട്ടില് ഒരു തരത്തിൽ ഒരു വിമൻ അട്രോസിറ്റി നടക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ സ്ത്രീക്കെതിരാകുന്ന ഒരു പ്രശ്നം അവിടെ നടക്കുകയാണ്. ഓക്കെയാണോ? അതിൽ സ്ത്രീ എന്ന് പറയുന്ന ആള് അവിടെ കുറ്റവാളിയാണോ അല്ലയോ എന്നല്ല, അവിടെ സ്ത്രീ എന്ന് പറയുന്നതാകുന്ന ഒരാളിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഹനിക്കപ്പെടുന്നത് എന്നാണെങ്കിൽ, അവർക്ക് അവിടെ ലഭിക്കേണ്ടതാകുന്ന സംരക്ഷണം കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ, അപ്പോ അത് വീട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഗാർഹിക പീഡനം എന്നതിനകത്ത് വരുമല്ലോ. അങ്ങനെയാകുന്ന ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട സ്ത്രീ സംരക്ഷണ നിയമം വരുന്നത് 2005. അങ്ങനെ ഒരു പരാതി ഒരു സ്ത്രീ അവിടെ നൽകിയാൽ ഇതിനകത്ത് ആരാണ് അവിടെ ഈ പറയുന്ന കുറ്റകൃത്യം അല്ലെങ്കിൽ ആ ഒരു
ഗാർഹിക പീഡന വിവരം ഫയൽ ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്. ആരാ മക്കളെ അവിടെ ഫയൽ ചെയ്യേണ്ടത്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സ്ത്രീകളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ആ ഉദ്യോഗസ്ഥൻ ആരാണോ അയാളാണ് എന്ത് ചെയ്യേണ്ടത്? ആ കേസ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഫയൽ ചെയ്യേണ്ടത്. ഒന്നുകൂടെ, സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമം വരുന്നുണ്ട്. ഏത് വർഷം? 2005 ഗാർഹിക പീഡന നിയമവുമായിട്ട് ബന്ധപ്പെടുന്ന സാധനമാണ്. അത് പ്രകാരം ആരാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്? കേസ് ഫയൽ ചെയ്യേണ്ടത് ആരാ? കേസ് ഫയൽ ചെയ്യേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ആ സെക്യൂരിറ്റി ഓഫീസറാണ്. ഓക്കെ അല്ലേ? ആണ്. അടുത്തതാകുന്ന കാര്യത്തിനകത്തേക്ക് പോകാം. 68ാമത്തെ ചോദ്യം മക്കളെ, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ചോദ്യം. എന്താ ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നതെന്നൊക്കെ? 68 2007. ഓക്കെ ആണോ? 2007 എന്താ സംഭവിക്കുന്നത്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും കണ്ടോ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ അപ്പോ ആരാണ്? എടാ, ചോദ്യം പറയുന്ന ഇത്രയേ ഉള്ളൂ. 2007 ഒരു നിയമം വരുന്നുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും. അതായത് ഇപ്പോ എന്റെ വീട്ടില് മുതിർന്നതാകുന്ന ഒരു പൗരൻ എന്ന് മുതിർന്നതാകുന്ന ഒരു പൗരൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട് എന്ന് വിചാരിക്കാം. ഇവരുടെ സംരക്ഷണം ഇവരുടെ വാർദ്ധക്യകാലത്തിൽ മകനാകുന്ന ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു സംരക്ഷണം ഞാൻ അവർക്ക് കൃത്യമാകുന്ന രീതിയിൽ നൽകുന്നില്ല എങ്കിൽ അത് കൃത്യമായി അവരിലേക്ക് എത്തിക്കാനും എന്തുണ്ട്? നിയമമുണ്ട്. അങ്ങനെയാകുന്ന ഒരു നിയമമാണ് 2007 നിലവിൽ വരുന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും എന്നതാകുന്ന നിയമം. ഈ ഒരു നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന് അവരുദ്ദേശിക്കുന്നത് ആരെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ആരെയാണ് മക്കളെ അങ്ങനെ ഒരു മുതിർന്ന പൗരൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എടാ, 60 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായമുള്ള ആളുകളെ. 60 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായമുള്ളതാകുന്ന ആളുകളെ. 60 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രായമുള്ളതാകുന്ന ആളുകളെ. അടുത്ത ചോദ്യം നോക്കി. 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. മക്കളെ, ഇതൊരു കറണ്ട് അഫെയർ ചോദ്യം. നിലവിൽ ആരാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 2021 കാലയളവിൽ ആരായിരുന്നു എന്നൊരു ചോദ്യം കൂടി വേണമെങ്കിൽ നോക്കാം. അതാണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാ മക്കളെ? അത് നമ്മുടെ ആരാണ്? അരുൺ കുമാർ മിശ്ര എന്ന് പറയുന്ന ആളാ. ആരാ മക്കളെ? അരുൺ കുമാർ മിശ്രയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പോ നിലവില് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു കറണ്ട് അഫെയർ ആകുന്ന കാര്യം കൂടി നമുക്ക് പഠിക്കണം. ഇപ്പോ ആരാണ് എന്നത് കൂടി അവിടെ ഒരു ചോദ്യമായിട്ട് വരും. ആരാ മക്കളെ ഇപ്പോഴത്തത് എന്ന് ചോദിച്ചാൽ വിജയഭാരതി സയാനി എന്നാണ് ആളുടെ പേര് കേട്ടോ. എന്താണ് ആളുടെ പേര്? വിജയഭാരതി. കണ്ടോ? വിജയഭാരതി സയാനി. വിജയഭാരതി സയാനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ എന്താകി അവിടെ ഉള്ളത്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ ആണോ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് ഇപ്പോൾ നിലവിലുള്ളത് ആരാണ്? കമ്മീഷൻ ചെയർമാൻ ആയിട്ട് നിലവിലുള്ളത് ആരാണ്? കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് പറഞ്ഞ മക്കളെ വിജയഭാരതി സയാനി. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അരുൺ കുമാർ മിശ്രയായിരുന്നു 2021. ഇപ്പോൾ അത് ആരാണ്? വിജയഭാരതി സയാനി. ഇനി വേണമെങ്കിൽ അവിടെ ഒരു ചോദ്യം ഉണ്ടാകാം. വേണമെങ്കിൽ എന്നല്ല, ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്ന വർഷം ഒന്ന് പറഞ്ഞേ മക്കളെ, മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണേ. എടാ, നമുക്ക് ഈ ഒരു ഡേറ്റ് വേണം. 1993 ഒക്ടോബർ മാസം 12-ാം തീയതി. ഓക്കെ ആണോ? ഒക്ടോബർ മാസം 12 വളരെ ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. ഒക്ടോബർ മാസം 12 1993. എടാ, നമ്മൾ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഈ ഒരു നിയമത്തിൻ്റെതാകുന്ന അടിസ്ഥാനത്തിൽ ഓക്കെ ആണോ? എന്താ ഞാൻ പറഞ്ഞേ? 1993 ഒക്ടോബർ മാസം 12-ാം തീയതി 1993 ഒക്ടോബർ മാസം 12-ാം തീയതി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം എന്ത് സ്ഥാപിതമാകുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നു. ആര് സ്ഥാപിതമാകുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒന്നുകൂടെ, 1993 ഒക്ടോബർ മാസം 12-ാം തീയതി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നു. ആ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാന്റെ പേരാണ് നമ്മൾ എന്തു എന്ന് പറയുന്നത്? വിജയഭാരതി സയാനി എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ചോദിച്ചാൽ നിസ്സാരമായിട്ട് പറയണം, എന്താ നിയമാനുസൃതമാകുന്ന രീതിയിൽ ഉണ്ടായത്. അതായത് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തത് എന്നാൽ നിയമം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചതാകുന്ന ഒരു സ്ഥാപനം. ഓക്കെ, അതായത് നിയമത്തിൻ്റെതാകുന്ന അടിസ്ഥാനത്തിൽ. ഏത് നിയമം? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. എന്നാൽ ഇവനെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശമുണ്ടോ? ഇല്ല. ഭരണഘടനയിൽ പരാമർശം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ
ബോഡി എന്ന് വിളിക്കും. ഇത് ഭരണഘടനയിൽ പരാമർശമില്ലാത്ത എന്നാൽ നിലവിൽ പ്രവർത്തിക്കുന്ന നിയമാനുസൃതമാകുന്ന രീതിയിൽ രൂപപ്പെട്ടതാകുന്ന ആളാണ് ആര് മക്കളെ? ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്ന ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് വിളിക്കുന്ന ആള് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാ. പഠിച്ചു. അപ്പൊ ഇപ്പോ ആരാ? വിജയഭാരതി സയാനി. പരീക്ഷയ്ക്ക് എഴുതണേ ചോദിച്ച. അടുത്തതാകുന്ന ചോദ്യം 70ാമത്തെ ചോദ്യം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമത്തിൽ പങ്കുവഹിക്കാത്തതാരാണ്? ഓക്കെ ആണോ? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ നിയമത്തിലെന്നല്ല നിയമനത്തിലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാരാണ്? അതായത് സംസ്ഥാന തലത്തിൽ ഒരു വിവരാവകാശ കമ്മീഷണറിനെ നിയമിക്കണമെന്നാണെങ്കിൽ ഇതിന് ആരൊക്കെയാകാം പങ്കെടുക്കുന്നത്? ഓക്കെ ആണോ? ആരൊക്കെയാകാം പങ്കെടുക്കുന്നത്? അവിടെ ചോദിക്കുന്നത് എന്താ? പങ്കില്ലാത്തത് ആർക്കെന്നാ. അപ്പൊ എന്താ? 3 പേർക്ക് പങ്കുണ്ട്, ഒരാൾക്ക് പങ്കില്ല. അയാൾ ആരാണെന്ന് മാത്രം നമ്മൾ അങ്ങോട്ട് തിരിച്ചറിഞ്ഞാൽ മതി. ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. എത്രാമത്തെ ചോദ്യം മക്കളെ? 70ാമത്തെ ചോദ്യം. എടാ ഒന്ന് നോക്കേ, ഇതില് ഗവർണറിന് പങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വഹിക്കാത്ത ആളല്ലേ വേണ്ട? ഉണ്ട് മക്കളെ. അതുപോലെ എന്തായാലും ഇതിനകത്ത് ആർക്ക് പങ്ക് ഉണ്ടാകും? മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടാകും. അതുപോലെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പങ്കുണ്ടാകും. എന്നാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇതിനകത്ത് എന്ത് റോള് മക്കളെ? ഒരാവശ്യവുമില്ലാത്ത ആളല്ലേ ഇതിനകത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അതിന്റെ ആൻസർ. അപ്പൊ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടേതാകുന്ന നിയമനത്തിൽ പങ്ക് വഹിക്കാത്ത ആള് എന്ന് പറയുന്നത് ആരാ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ നമ്മൾ പഠിക്കണം, വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഗവർണർ വരുന്നുണ്ട്, മുഖ്യമന്ത്രി വരുന്നുണ്ട്, അതുപോലെ ക്യാബിനറ്റ് മന്ത്രിമാരും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്ന സകല വിവരങ്ങളും ചോദിച്ചാൽ കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെതാകുന്ന അണ്ടറിൽ വരുന്ന എല്ലാ ആളുകളും ഇവിടെ കാണും. മെയിൻ ആളുകളൊക്കെ കാണും. ആരൊക്കെ കാണും? ഗവർണർ കാണും, അതുപോലെ മുഖ്യമന്ത്രി കാണും, അതുപോലെ ക്യാബിനറ്റ് മന്ത്രിമാർ കാണും. ഓക്കെ അല്ലേ? ഇത്രയും ആകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്ന രീതിയിൽ മനസ്സിലേക്ക് പകർത്തി. ഇനി മാത്സ് ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വേറെ നമ്മുടെ ഒരു സെപ്പറേറ്റ് ചാനൽ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കൊണ്ടുവന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് എന്താ മക്കളെ? ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇത് ഒക്കെ തന്നെ എന്താണ്? ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മാത്സ് നമ്മുടെ മറ്റേ യൂട്യൂബ് ചാനലിനകത്ത് കണ്ടന്റുകളൊക്കെ അപ്പ് ചെയ്യും. ഇത് നമുക്കിവിടെ ഇംഗ്ലീഷിനകത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകുന്നു. 81ാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോകുന്നു. ചോദ്യം നോക്കേ. അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. അതായത് ഗ്രാമർ പഠിപ്പിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർ ഒരുപാടാകുന്ന ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിക്കാറുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. ഈ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് സൈറ്റ്, CITE എന്നാണ് വരിക. ഈ സൈറ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ്. ഈ സൈറ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? അതൊരു സ്ഥലം. നമ്മൾ ഈ പറയുന്ന എന്താണ് കെട്ടിടം പണിയൊക്കെ നടക്കുന്ന സ്ഥലം എന്ന് പറയത്തില്ലേ, ആ സൈറ്റാണ് ഈ സൈറ്റ് എന്ന് പറയുന്നത്. ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്ന സൈറ്റ് ഏതാ? CITE സൈറ്റ് ആണ്. ഓക്കെ അല്ലെ? CITE സൈറ്റ്. അപ്പൊ അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. എന്റെ ടീച്ചർ എനിക്ക് ഒരുപാടാകുന്ന ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പഠിപ്പിക്കാറ്. ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അത് ഏത് വാക്കാ വരിക? സൈറ്റ്. അടുത്ത നോക്കേ. ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. എന്താണ്? ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. എന്താ മക്കളെ അവിടെ വരുന്ന വാക്ക് എന്ന് പറയുന്നത്? മക്കളെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫാന്റിസൈഡ് എന്ന് വരും. അതായത് ഇമോഷണൽ സ്ട്രെസ് നമുക്കറിയാലോ, കൃത്യമായിട്ട് അറിയാലോ, ഇമോഷണൽ ആകുന്ന സ്ട്രെസ് ഉണ്ട് എന്ന് വരികിൽ ഒരു പക്ഷേ നമ്മൾ ഇൻഫാന്റിസൈഡ് ചെയ്യുവാൻ തയ്യാറായി പോയേക്കാം. നമ്മൾ ഒരു കുട്ടിയെ കൊല്ലുന്നതാകുന്ന ലെവൽ വരെ മുതിർന്നേക്കാം. ഓക്കെ അല്ലേ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി 83ാമത്തതാകുന്ന സാധനം നോക്കേ. വാട്ട് ആർ ദി ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ. അതായത് ഒരു കോളേജ് പ്രിൻസിപ്പൽ, അതാ ഡാഷ് ഇട്ടേക്കുന്നത് കാണുമ്പോഴേ അറിയാം. ഒരു കോളേജ് പ്രിൻസിപ്പൽ ആകണമെങ്കിൽ ഉള്ളതാകുന്ന ഈ യോഗ്യത എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത് ഏത് വാക്കിലൂടെയാണ്? ക്രൈറ്റീരിയ എന്ന വാക്കിലൂടെയാ. ഏത് വാക്കിലൂടെയാ? ക്രൈറ്റീരിയ എന്ന വാക്കിലൂടെയാ. അപ്പൊ വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ ക്രൈറ്റീരിയ. ഓക്കെ, സ്പെല്ലിംഗ് നോക്കേ. CRI, CRITERIA. ഓക്കെ ആണോ? ക്രൈറ്റീരിയ, CRITERIA. ക്രൈറ്റീരിയയുടെ സ്പെല്ലിംഗ് കണ്ടോ? ക്രൈറ്റീരിയ. വാട്ട് ആർ ഓൾ ദ ക്രൈറ്റീരിയ ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ. ഓക്കെ ആണോ? അടുത്ത നോക്കേ. മീരാസ് പേരൻസ് ഹെൽപ്ഡ് ഹർ ടു ഡു ദ ഹോംവർക്ക്. മക്കളെ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ശരിയല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടെ മീരാസ് പേരൻസ് ഹെൽപ്ഡ് ഹർ ടു ഡു ഹർ ഹോംവർക്ക് ഡാഷ്.
ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഡാഷിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മക്കളെ? ഇത് എന്താണ്? സിമ്പിൾ പാസ്റ്റാ. അപ്പൊ ഇ ഡിയിൽ അവസാനിക്കുമ്പോൾ അവിടെ ഡിഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനി ഈ സിമ്പിൾ ആകുന്ന ഒരു പാസ്റ്റ് ഫോമിൽ എഴുതിയിരിക്കുന്ന ഈ സെന്റൻസിനകത്ത് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയ കാരണം കൊണ്ട് നമ്മൾ എഴുതുന്നതാകുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് അപ്രോച്ചിലുള്ളതാകണം എന്ന് പറയുന്നുണ്ട്. ആയ കാരണം കൊണ്ട് ഡിഡ് ഇവിടെയുണ്ട്. ഡിഡിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് NT, ഡോണ്ട് അല്ലെങ്കിൽ ഡിഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡിഡ് നോട്ട് എന്നായി. മീരാസ് പേരൻസ് എന്ന് പറയുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒന്നിലധികം ആളുകളുണ്ട്. അതുകൊണ്ട് ഡിഡിന്റെ ഡേ എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഓക്കെ അല്ലെ? ഡിഡിന്റെ ഡേ എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഡൗട്ട് ഇല്ലേ? അടുത്ത 85ാമത്തെ ചോദ്യം. അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക്. അപ്പോ അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ ഗ്രാൻഡ് പേരൻസുകളെ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു എന്നോ വിളിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു അർത്ഥത്തിൽ, അല്ലെ? അപ്പോ എന്താണ് അവിടെ വരുന്ന വാക്ക് എന്ന് ചോദിച്ചാൽ കോൾഡ് ഓൺ എന്നാണ്. ഓക്കെ ആണോ? കോൾഡ് ഓൺ എന്നാണ് അവിടെ വരുന്ന വാക്ക്. ഓക്കെ അല്ലെ? ഇനി കോൾഡ് ഓണിന്റെ അർത്ഥം എന്താണ്? എന്താ മക്കളെ അതിന്റെ ഒരു ബേസിക് ആകുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്? ഇതാ ശ്രദ്ധിച്ചോ, പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ടു വിസിറ്റ്. ഓക്കെ ആണോ? അതുപോലെ എന്തെങ്കിലും ആകുന്ന ഒരു കാര്യം ഒരാളോട് ചെയ്തു തരാൻ പറയുന്നതിനെയും നമുക്ക് കോൾഡ് ഓൺ എന്ന് വിളിക്കാം. അതായത് ഒരു ഫേവർ ചെയ്തു തരാമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കില്ല. അത് അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് കോൾഡ് ഓൺ തന്നെ ഉപയോഗിക്കാം. സോ അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്രാൻഡ് പേരൻസിനെ കണ്ടുമുട്ടിയിരുന്നു കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ അവന്റെ ഗ്രാൻഡ് പേരൻസിനെ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു. വിളിച്ചു എന്ന് പറയണ്ട, വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ആ പറഞ്ഞതിൽ ഒരു ആശയ വ്യത്യാസം ചെറുതായിട്ടുണ്ടായി, ഒന്ന് തിരുത്തിയേക്കാം. ടു വിസിറ്റ്, നേരിട്ട് പോയി കാണുക. കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു, അതുകൊണ്ട് ആ കോൾഡ് ഓൺ എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ആയതുകൊണ്ടാണ് അവിടെ കോൾഡ് എന്നായത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നോക്കേ, വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്, ഐ ഡാഷ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഞാൻ ചന്തയിലേക്ക് പോകും വഴി ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. ഇത്രയും മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു എന്ന് ഏതാകുന്ന ഫോമിൽ അവിടെ പറയും എന്നാണ് ചോദ്യം. എങ്ങനെ പറയും? സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഓക്കെ ആണോ? ഇവിടെ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമാ. ഓക്കെ അല്ലെ? അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം വന്ന കോമയ്ക്ക് ശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ഐ വാസ് ഗോയിങ് എന്ന, വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. എന്താണ് മെറ്റ് മൈ ഫ്രണ്ട് എന്നാണ് വരിക. ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്നാ വരിക. ഓക്കെ അല്ലെ? അടുത്തതാകുന്ന ചോദ്യം നോക്കിയേ മക്കളെ, 87ാമത്തെ ചോദ്യം. എന്താണ് 87ാമത്തെ ചോദ്യം നോക്കേ? ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഫ്രം ദ ഗിവൺ സെന്റൻസ്. കൃത്യമാകുന്ന പാസീവ് ഫോം അറിയാലോ. ഡയറക്റ്റ് ആയിട്ടും ഒരാൾ കേട്ട കാര്യം മറ്റൊരാളോട് പോയി പറയുമ്പോൾ അവൻ ഇന്നതുപോലെ പറഞ്ഞു. ഇതാണ് ഈ റിപ്പോർട്ടഡ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? സോറി, റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലല്ലോ, ഇത് പാസീവ് ആക്റ്റീവ് എന്നല്ലേ. നമ്മൾ നേരെ പറയുന്നതിനെ തിരിച്ചു പറയുക. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ പറയുക, പാസീവ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുക. ബേസിക്കലി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണെന്നുള്ളത് ഈ ഒരു ആൻസർ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താണടാ ഇവിടെ വരുന്നതിന്റെ ആൻസർ എന്നൊന്ന് നോക്കേ. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. എടാ, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു സെന്റൻസിനകത്ത് സബ്ജക്ട് ഉണ്ടാകും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ സെന്റൻസിനകത്തുള്ള ആദ്യത്തെ കണ്ടീഷനിൽ ഉള്ള ആ ഒരു നേരെ എഴുതുമ്പോൾ ഉള്ള സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇല്ലേ, പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ആകുന്ന ആളങ്ങ് സബ്ജക്റ്റ് ആകും, സബ്ജക്റ്റ് ആകുന്ന ആളങ്ങ് ഒബ്ജക്റ്റ് ആവും. അതായത് തിരിഞ്ഞു വരും. അതാണ് ഞാൻ ആ റിവേഴ്സൽ ഓർഡർ എന്ന് പറഞ്ഞത്. ഇവിടെ ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് പാസീവിലേക്ക് ആക്കേണ്ടത്? ഒന്ന് പറഞ്ഞേ മക്കളെ. പാസീവിലേക്ക് ആക്കുമ്പോൾ അത് എന്താകും? ദാണ്ടെ മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ ഹർ. കണ്ടോ, ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു. ഷീ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോ എന്തായി? ഹർ ആയി മാറി. അതായത് ഇത് ഒബ്ജക്റ്റ് ആയി. ദാണ്ട ഷീ അങ്ങ് ഹർ ആയി, ഷീ അങ്ങ് ഒബ്ജക്റ്റ് ആയി മാറി. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായി? അപ്പുറത്ത് സബ്ജക്റ്റ് ആയിരുന്ന ആള് ഇവിടെ എന്തായി മാറി? അപ്പുറത്ത് ഒബ്ജക്റ്റ് ആയിട്ടിരുന്ന ആൾ ഇവിടെ എന്തായി മാറി? സബ്ജക്റ്റ് ആയിട്ട് മാറി. അപ്പോ മനസ്സിലാക്കുന്നു, ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിനെ പാസീവ് ആക്കിയാൽ മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ ഹർ എന്നാ പറയണ്ടേ. അടുത്ത നോക്കെ, റീഡ് ദ സെന്റൻസ് ബിലോ ടു ഫൈൻഡ് ഔട്ട് വെയർ ദെയർ ഈസ് എനി ഗ്രാമാറ്റിക്കൽ എറർ. ഇവിടെ എന്തെങ്കിലും ആകുന്ന ഒരു ഗ്രാമാറ്റിക് എറർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. 88ാമത്തെ ചോദ്യമാണ്. 88ാമത്തെ ചോദ്യത്തിനകത്ത് നോക്കേടാ, എന്താണ് അവിടുത്തെ എറർ എന്ന് നമുക്ക് നോക്കാം. എടാ, എന്താ സെന്റൻസ് എന്ന് നോക്കേ. ദ എറർ ഇഫ് എനി
എന്താണ് ഇഫ് ദർ ഈസ് നോ എറർ. ഓക്കെ, ഡി. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ, അതായത് ആ ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റിനെ 4ആയിട്ട് ബ്രേക്ക് ചെയ്തേക്കുക, 4 അല്ല 3ആയിട്ട്. ഓപ്ഷൻ ഡിയിൽ നോ എറർ എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദെൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്. നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദെൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്. ഓക്കെ ആണോ? അവിടെ എവിടെയാ മക്കളെ തെറ്റ് വരുന്നത്? ഇവിടെ തെറ്റ് വരുന്നത് ദെൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്, ഓപ്ഷൻ സിയിലാ വരുന്നത്. ഓക്കെ ആണോ? ഓപ്ഷൻ സിയിലാണ് എന്ത് വരുന്നത്? എറർ വരുന്നത്. ഓക്കെ അല്ലേടാ മക്കളെ? എന്താണ് അവിടുത്തെ എറർ? ഇത് എന്താണെന്ന് ചോദിച്ചാലേ, ഇവിടുത്തെ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോ സൂണർ ദാൻ എന്ന് പറയുന്ന ഒരു ആളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോ സൂണർ കഴിഞ്ഞിട്ട് ഇടയിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് ദാൻ. അപ്പോ നോ സൂണർ ദാൻ എന്നാ, നോ സൂണർ ദെൻ എന്നല്ല എഴുതുക, ശരിയല്ലേ? അപ്പൊ നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദാൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്, അതായത് അച്ഛൻ വീട്ടിലേക്ക് വരുന്നു, അവൻ അപ്പൊ തന്നെ വായിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അച്ഛൻ അങ്ങോട്ട് വരാനങ്ങ് തുടങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അവൻ വായിക്കാൻ തുടങ്ങും എന്നുള്ളൊരു അർത്ഥം പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത നോക്കെ 89ാമത്തെ. ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ദർ ഇസ് എ സെന്റൻസ് ഓഫ് വിച്ച് സം പാർട്സ് ഹാവ് ബീൻ ജംബിൾഡ് അപ്പ്. റീഅറേഞ്ച് ദീസ് പാർട്സ് വിച്ച് ആർ ലേബിൾഡ് PQR ആൻഡ് yes to produce the correct sentence. ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് യുവർ റെസ്പോൺസ് ഇൻ ദ ഷീറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, കൃത്യമായിട്ട് അതിനെ ഓർഡർ ചെയ്ത് എടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. എടാ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി ഒന്ന് വായിച്ചാൽ മതി, ഞാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞുതരാം. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ, എപ്പോഴും ഏറ്റവും ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്നല്ലേ പറഞ്ഞു തുടങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? അവർ ആൻസസ്റ്റേഴ്സ് ഹാവ് ടു സേവ് ആൻഡ് സ്റ്റോർ. കണ്ടോ? കുറേ ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരാകുന്ന ആളുകൾക്ക് സേവ് ആൻഡ് സ്റ്റോർ ചെയ്യേണ്ടി വന്നു. എന്ത് സേവ് ആൻഡ് സ്റ്റോർ ചെയ്യേണ്ടി വന്നു? വാട്ട് എവർ ദേ കുഡ് സേവ്. കണ്ട, എന്ത് കിട്ടിയാലും അത് സേവ് ചെയ്യേണ്ടി വരും. വാട്ട് എവർ ദേ കുഡ് സേവ് ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ. അതായത് സോ ലിറ്റിൽ, അങ്ങനെ ഒരുപാടൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് കിട്ടുന്നതൊക്കെ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു എന്നൊരർത്ഥത്തിൽ അത് പറയാം. ഡൗട്ടുകളില്ലല്ലോ മക്കളെ? ഇംഗ്ലീഷാ, ചോദ്യവും ഉത്തരവും എന്നുള്ള രീതി മാത്രമേ പറയാൻ പറ്റൂ. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റൂല. ഇന്നത്തെ പരീക്ഷയ്ക്ക് നമ്മുടെ KS പരീക്ഷ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നിങ്ങൾ വീഡിയോ എന്നാ കാണുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് സ്പെൽ ദ ബീൻസ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? സ്പെൽ ദ ബീൻസ് എന്നാണ്, ഇഡിയമാണ് ഇത് കേട്ടോ. ഇതൊരു ഇഡിയമാണ്. ഇതിന്റെ അർത്ഥം എന്താണ് എന്നാ ചോദിക്കുന്നത്. അതായത് ഇത് എങ്ങനെയാകുന്ന സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്. മക്കളെ, എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുക? സ്പെൽ ദ ബീൻസ് എന്ന് പറയുക കേട്ടോ. അടുത്ത നോക്കേ, റെഡ് ലെറ്റർ ഡേ. മക്കളെ, എന്താണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്? ദ ഇഡിയം റെഡ് ലെറ്റർ ഡേ മീൻസ് എന്താ മക്കളെ? റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഹാപ്പി ഡേ എന്ന. ഓക്കെ ആണോ? റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഹാപ്പി ഡേ എന്ന. ഓക്കെ അല്ലെ? വെരി ഹാപ്പി ഡേ എന്നാണ് ഒരു റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെ? ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആരെ പഠിക്കണം? നമുക്ക് മലയാളമാകുന്നതിനെ പഠിക്കണം. നോക്കിയാലോ മക്കളെ? മലയാളമാകുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെ കാര്യമായി അതിന്റെ ആശയങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. മറിച്ച് ചോദ്യം, ഉത്തരം ഇവ എന്താണ് എന്ന് നിങ്ങളിലേക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരിക എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശം കേട്ടോ. താണ്ടെ 91ാമത്തെ ചോദ്യം നോക്കിയേ മക്കളെ. എന്താ ഇവിടെ പറയുന്നേ? പൂരണി തദ്ദിജപ്പെടുത്തുന്നതിന് ഉദാഹരണം. ഓക്കെ ആണോ? പൂരണി തദ്ദിതത്തിനൊരു ഉദാഹരണം. തദ്ദിതത്തിന്, പൂരണി തദ്ദിതത്തിനൊരു ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ മക്കളെ അങ്ങനെയാകുന്നതിനൊരു ഉദാഹരണം? ഈ കൂട്ടത്തിൽ ആരാ? ഒന്നാമൻ കേട്ടോ. ഓക്കെ ആണോ? ആരാടാ മക്കളെ? ഒന്നാമൻ. അടുത്ത നോക്കേ, താമര പ്ലസ് കുളം. ഇത് ചേർത്ത് എഴുതിയാൽ എന്തായി മാറും എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? എന്തായി മാറും എന്നുള്ളതല്ല, ഇത് ഏതാകുന്ന സന്ധിയിൽ പെടുന്നു. ഓക്കെ അല്ലെ? താമരയും അതുപോലെ തന്നെ കുളവും കൂടെ ചേരുന്നത് ഏത് സന്ധിയിൽ പെടുന്നു എന്നാണ് ചോദ്യം. മക്കളെ, അത് ദ്വിത്വ സന്ധി എന്ന് പറയുന്നതിനകത്താ വിടുക. ദ്വിത്വ സന്ധി എന്ന് പറയുന്നതിനകത്താ വിടുക. ഓക്കെ അല്ലെ? അടുത്തതാകുന്ന 93ാമത്തെ ചോദ്യം നോക്കേടാ. ഇവിടെ ഒന്നുമില്ല, ശരിയായ ഭാഷാ പ്രയോഗം എപ്പോഴും വരുന്ന ചോദ്യമാണ്. KS പരീക്ഷയ്ക്ക് ഉൾപ്പെടെയുള്ള PSC മുഖാന്തരമുള്ള ഏത് ചോദ്യ പേപ്പറിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. പ്രളയ ബാധിതരായിട്ട് ഏകദേശം 50ഓളം. ഈ പറയുന്ന ഏകദേശം എന്ന് പറയുന്ന വാക്കും ഓളം എന്ന് പറയുന്ന വാക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഒരു സമയത്ത് ഒരു ആളെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ രണ്ടും കൂടെ വരാൻ പാടില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഓപ്ഷൻ A ആകില്ല ശരിയായ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
അടുത്ത നോക്കേ, ഏകദേശം 50ഓളം, എന്താണ്ട് ഏകദേശവും ഓളവും വരുന്നു. അപ്പൊ തന്നെ ഇതെന്തായി? പരിഗണിക്കാൻ പറ്റുന്നതാകുന്ന ഉത്തരമല്ല എന്ന് മനസ്സിലായി. അടുത്ത നോക്കേ, ക്യാമ്പസുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50ഓളം. കണ്ട, ഇതെല്ലാം ഇതിനകത്ത് ഇത് തന്നെ വരുന്നത്, ഇതുമല്ല. ഇനി നോക്കേ, ക്യാമ്പുകളിൽ 50ഓളം, ഏകദേശം എന്ന വാക്ക് അവിടെ മാറി, പ്രളയബാധിതർ കഴിയുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കേ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി. മക്കളെ, ശൈലി, ഭാഷാ ശൈലി പലപ്പോഴും വരാറുണ്ട്, എല്ലായ്പ്പോഴും വരാറുണ്ടെന്ന് വേണമെങ്കിൽ കണക്കി കൂട്ടിക്കോ. ഓക്കെ അല്ലേ? എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവറപ്പ് ചെയ്താൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് നൈസായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് ഈ ശ്ലോകത്തിൽ കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അടുത്തിടയ്ക്കും ഈ ഒരു സെയിം സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2025 നടത്തിയ പരീക്ഷയ്ക്ക് പോലും ഇതെന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സംഗ്രഹിക്കുക എന്നാണ്. എന്താ പറഞ്ഞേ? വളരെ സംഗ്രഹിക്കുക, വളരെ സംഗ്രഹിക്കുക. ഓക്കെ ആണോ? വളരെ സംഗ്രഹിക്കുക എന്നാണ് പറയുക. ഓക്കെ അല്ലെ? അപ്പൊ വളരെ സംഗ്രഹിക്കുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ 95. എടാ, പര്യായ പദങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഭാഗമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഭാഗമാണ് പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താകുന്ന കാര്യമൊക്കെ ഉണ്ട് എന്ന് നോക്കേ. സൂര്യന്റെ പര്യായം. ഓക്കെ ആണോ? സൂര്യന്റെ പര്യായം എന്ന് പറയുന്നത് ഓക്കെ ആണോ? സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സൂര്യൻ, കാറ്റ്, ജലം, താമര, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ആകുന്ന പര്യായങ്ങളാണ് കൂടുതലും ഈ 10th പ്രിലിംസ് മേഖലയിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെച്ചുകൊണ്ട് പോകണേ. അപ്പോൾ സൂര്യന്റെ പര്യായം അല്ലാത്തത് ഏത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ പര്യായമായ 3 പേരെയും നമുക്ക് പഠിക്കാം. എന്താണടാ ഇതിനകത്ത് പര്യായം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ, സോമൻ എന്ന് പറയുന്നത് എന്തല്ല? സൂര്യന്റെ പര്യായമല്ല. അതായത് ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായമാണ്. ആരുണൻ എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായമാണ്. ആര്യ മാവ് എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായമാണ്. ആദിത്യൻ, അരുണൻ, ആര്യമാവ്. ഓക്കെയാണോ? ആദിത്യൻ. ഓക്കെയാണോ? ആദിത്യൻ. ആദിത്യൻ. അതുപോലെ തന്നെ ആര് വരുന്നുണ്ട്? അരുണൻ. പഠിക്കണം കേട്ടോ. ആദിത്യൻ, അരുണൻ. അത് കഴിഞ്ഞാൽ ആരാ വരിക? ആര്യമാവ്. ആരാ വരിക? ആര്യമാവ്. ഓക്കെയാണോ? ആര്യമാവ്. ഇതാകുന്ന 3 സൂര്യന്റേതാകുന്ന എന്താണ്? സൂര്യന്റേതാകുന്ന എന്താണ്? പര്യായ പദങ്ങളാണ്. ഓക്കെയാണോ? സൂര്യൻ എന്ന് പറയുന്ന അതേ അർത്ഥം വരുന്ന വാക്കുകളാണെന്ന് അർത്ഥം. ഇനി നോക്കേ മക്കളെ, നന്ദനാർ എന്നറിയപ്പെടുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലേ. എടാ, വെള്ളായി അപ്പൻ കണ്ടോടാ, വെള്ളായി അപ്പൻ. കഥകളും കഥാപാത്രങ്ങളും ഒക്കെ എപ്പോഴും ചോദ്യങ്ങളായി വരാറുണ്ട്. വെള്ളായി അപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? മക്കളെ നോക്കേടാ, വെള്ളായി അപ്പൻ ഏതു കൃതിയിലെ കഥാപാത്രം? ശ്രദ്ധിച്ചു നോക്കണം, ഇത് ഇനിയും ആവർത്തിക്കാനുള്ള ചോദ്യമാണ്. വെള്ളായി അപ്പൻ എന്ന് പറയുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രം. അപ്പൊ കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാകുന്ന വെള്ളായി അപ്പൻ ഓർമ്മയുണ്ടോ? വെള്ളായി അപ്പൻ എന്ന് പറയുന്നത് കടൽ തീരം എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ്. എന്തായാലും ഇത് പഠിച്ചില്ലേ? ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറഞ്ഞുതരാം. ഈ കടൽ തീരത്ത് എന്ന് പറയുന്നതായ ഭാഗം, അല്ലെങ്കിൽ ആ ഒരു കഥ എഴുതിയ ആളുടെ പേര് OV വിജയൻ എന്നാ കേട്ടോ. ആരാ മക്കളെ? OV വിജയന്റേതാകുന്ന കൃതിയാണ് എന്തെന്ന് പറയുന്നത്? കടൽ തീരത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്തു പറഞ്ഞു? വെള്ളായി അപ്പൻ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രം? വെള്ളായി അപ്പൻ എന്ന് പറയുന്നത് ഏത് കഥയിലെ കഥാപാത്രം? മക്കളെ, വെള്ളായി അപ്പൻ എന്ന് പറയുന്നത് OV വിജയന്റെ കടൽ തീരം എന്ന് പറയുന്ന ഭാഗത്തെ ഒരു കഥാപാത്രമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കേ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. മക്കളെ, പെൻ നെയിംസുകൾ എന്ന് പറയും, അതായത് ധൂലികാ നാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു ഭാഗത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ടതാകുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. നന്ദനാർ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നന്ദനാർ എന്ന് പറയുന്നത് ആരുടെ? PC ഗോപാൽ. ഓക്കെയാണോ? PC ഗോപാലിന്റെ പേരാണ് എന്തെന്ന് പറയുന്ന നന്ദനാർ. ഓക്കെയാണോ? PC ഗോപാലിന്റെ പേരാണ് എന്തെന്ന് പറയുന്ന നന്ദനാർ. PC ഗോപാലിന്റെ പേരാണ് മക്കളെ എന്തെന്ന് പറയുന്ന നന്ദനാർ. അതുപോലെ നോക്കേ, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാകുന്നത് ഏത് കൃതിയാണ്? ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന കൃതി ഏതാ മക്കളെ? അത് നമുക്കറിയാം, ഓടക്കുഴൽ. ആരാ മക്കളെ? ഓടക്കുഴൽ. ആണോടാ? ഓടക്കുഴൽ. ഓക്കെ അല്ലേ? ആരുടെ ആടാ? ഓടക്കുഴൽ എന്ന് പറയുന്നത് ആരെഴുതിയത്? ദ വെരി ഫസ്റ്റ് ജ്ഞാനപീഠ പുരസ്കാർ ആർക്ക്? ഓടക്കുഴൽ എന്ന കൃതിക്ക് ആർക്ക് ലഭിച്ചു എന്നുള്ളതാ? G ശങ്കരക്കുറുപ്പ്. ഓക്കെ അല്ലെ? G ശങ്കരക്കുറുപ്പിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അറിയാലോ. അടുത്ത ചോദ്യം നോക്കേ. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമാകുന്ന ഇംഗ്ലീഷ് ആകുന്ന വാക്ക് എന്താണ് എന്നാ ചോദിക്കുന്നത്. മുതലക്കണ്ണീര് എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറയുക? താണ്ടെ ക്രൊക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയും. ക്രൊക്കഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീർ. കണ്ടോ? അതുപോലെ 100ാമത്തെ ചോദ്യം നോക്കിയടാ. അക്കിലസ് എന്താണ് എഴുതിയേക്ക? അക്കിലസിന്റെ ഉപ്പൂറ്റി. അക്കീലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? അക്കീലസ് ഫൂട്ട്. അക്കീലസ് ഫൂട്ട്. കണ്ടോടാ? അക്കീലസ് ഫൂട്ട് എന്നാണോ പറയുക? അത് അക്കീലസ്
ഹീല് എന്നാണ് പറയുക. എടാ ഉപ്പൂറ്റി എന്നല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പൊ ഹീല അവിടെ വരണ്ട കേട്ടോ. അക്കീലസ് ഹീല് എന്നാണ് വരേണ്ടത് കേട്ടോ. അക്കീലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയാകുന്ന ഇംഗ്ലീഷ് വിവർത്തനം എന്ന് പറയുന്നത് അക്കീലസ് ഹീൽ. ഓക്കെ ആണോ മക്കളെ? ഒരു വലിയതാകുന്ന ഒരു ചുമതലയാണ് നമ്മളിപ്പോ എന്ത് ചെയ്ത് കഴിഞ്ഞത്, നടത്തി കഴിഞ്ഞത്. അതായത് നമുക്ക് ഒരു 100ഓളമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കണക്ക് പ്രകാരം വരുന്ന, കണക്ക് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പഠിച്ചതാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ അത്രയും മാക്സിമം കാണേണ്ടതേ ഉള്ളൂ. നിങ്ങൾ ആ ചോദ്യങ്ങളെയൊക്കെ നിങ്ങളങ്ങ് മനസ്സിലേക്ക് പകർത്തിയിട്ടുണ്ടാകും. കാര്യം നമ്മൾ സമയമെടുത്ത് ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇനിയും വേണം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ടെലഗ്രാമിന്റെ ഡിസ്കഷൻ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരുടെയും സഹകരണം, എല്ലാവരുടെയും സാന്നിധ്യം ഒക്കെ പ്രതീക്ഷിക്കുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം ഒരിക്കൽ കൂടി.